മനോഹരമായ പ്രകൃതി രമണീയമായ പച്ചപ്പരവതാനി വിരിച്ച നാളികേരത്തിന്റെ നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ സൃഷ്ടിക്കാൻ കാരണമാരാണ്? അനന്തവിശാലമായ നയനാഭിരാമമായ നാനാജാതിക്കപ്പെടാൻ കാരണമാരാണ് എന്നല്ല, ഈ ഭൂമഗോള മണ്ഡലങ്ങളെ മുഴുവനും സൃഷ്ടിക്കപ്പെടാൻ കാരണമാരാണ് സഹോദരാ? മദീനാ മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയേ, അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ, അങ്ങയെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ, അങ്ങയെ നിയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ലമാ ഖലഖതുൽ അഫ്ലാഖ്, ഈ ഭൂമി ലോകത്തെ ഈ അഖിലാണ്ട ബ്രഹ്മാണ്ട ഘടകങ്ങളെ മുഴുവനും സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ ലോകം തന്നെ പടയ്ക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, അങ്ങനെയുള്ള വ്യക്തി പ്രഭാവമാണ് മദീനയിലെ രാജാവ്. ആ റസൂലുള്ളാഹിയെ പോലെ, ആ ഹബീബായ പ്രവാചകരെ പോലെ തുല്യതയുള്ള ഒരു വ്യക്തിയെ ഈ ലോകത്തൊരാൾക്കും ചൂണ്ടിക്കാണിക്കുക സാധ്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പ്രഭാവം അല്ലാഹുവിന്റെ റസൂലല്ലാതെ മറ്റാരുമില്ല, അല്ലാഹുവിന്റെ ഹബീബല്ലാതെ മറ്റാരുമില്ല. ശത്രു സൈന്യം വരെ, ശത്രുക്കൾ വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കൾ വരെ, ഏറ്റവും വലിയ ശത്രുവായ അബൂ സുഫിയാൻ വരെ റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞതെന്താ സഹോദരാ? അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പഠിപ്പിച്ചതെന്താ? എത്രയോ നേതാക്കന്മാരും അനുയായികളുമാണ് കടന്നുപോയത്. പക്ഷേ ഇന്നേ വരെ നേതാക്കന്മാരെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രത്തോളം പ്രണയിക്കുന്ന, നേതാക്കന്മാരെ ഇത്രത്തോളം അനുകരിക്കുന്ന, അനുധാവനം ചെയ്യുന്ന ഒരു നേതാവിനെയും അനുയായികളെയും ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഏറ്റവും വലിയ ശത്രുവായ അബൂ സുഫിയാൻ പോലും പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം അത്രത്തോളം ഉത്തമമേറിയതാണ്. ആ പുന്നാര ഹബീബിനെയല്ലേ നാം സ്നേഹിക്കേണ്ടത്? സ്നേഹിക്കപ്പെടാൻ അർഹതയുണ്ട് എങ്കിൽ അത് മദീനയിലെ രാജാവ് മാത്രമാണ്, മദീനയിലെ മണവാളൻ മാത്രമാണ്. ലോകത്താരെയൊക്കെയാണ് മുസ്ലിമെ നാം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? നാം മുസ്ലിമാണെന്ന് പറയുന്നുണ്ടല്ലോ, മുസ്ലിം നാമധാരിയായിട്ട് മാത്രം മതിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ അനുചര വൃന്ദരായ സഹാബി വര്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബാ, അല്ലയോ സഹാബ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനല്ല, നിങ്ങളിൽ ഒരാളും മുസ്ലിമല്ല. മുസ്ലിം നാമധാരിയായിരിക്കും, മുസ്ലിം ഗോത്രക്കാരനായിരിക്കും, മുസ്ലിമിനെ മറമാടപ്പെടുന്ന സ്ഥലത്ത് മറമാടപ്പെടുന്നവനായിരിക്കും, മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യനായിരിക്കും. പക്ഷേ ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ യഥാർത്ഥ മുഅ്മിനാകുകയില്ല, ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഭാര്യമാരെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന, വളരെയധികം പ്രേമിക്കുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, നിങ്ങളുടെ പ്രിയ ഭക്തിമാരുണ്ടല്ലോ, നിങ്ങളുടെ പ്രിയതമന്മാരുണ്ടല്ലോ, അവരെക്കാളേറെ, നിങ്ങളുടെ മക്കളെക്കാളേറെ ഈ ലോകത്താരെയൊക്കെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എല്ലാ ജനങ്ങളെക്കാൾ, എല്ലാ വസ്തുക്കളെക്കാളേറെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളാരും മുഅ്മിനാകുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് രീതിയിലാണ് മദീനയിലെ മുത്തായ റസൂലുള്ളാഹിയെ നാം ഇഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ് പുന്നാര ഹബീബിനെ സ്നേഹിക്കുന്നത്? ഏത് രീതിയിലാണ് റസൂലുള്ളാഹിയെ നാം അനുകരിക്കുന്നത്? ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആർക്കൊക്കെ വേണ്ടിയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ആരെയൊക്കെയാണ് നാം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മുടെ സമയത്ത് നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? സിനിമാ താരങ്ങൾക്കും അല്പതാരങ്ങൾക്കും കായിക താരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്ത് നാം ചെലവഴിക്കുമ്പോൾ, അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ അഹോരാത്രം പരിശ്രമങ്ങൾ നടത്തുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധം പറയുകയാണ്, മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ മുഅ്മിനല്ല, മുഅ്മിനാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടണം.